നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം. രാജ്യത്തെ നവതലമുറയുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും തിരിച്ചറിഞ്ഞ് യുവശക്തിക്ക് മുൻഗണന നൽകുന്ന വൻ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രസംഗം നടത്തിയത്. ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ 13ാമത് വട്ടവും ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വലിയ ആശ്വാസമേകുന്ന സുപ്രധാന തീരുമാനങ്ങളാണ് വെളിപ്പെടുത്തിയത്. വന്ദേമാതരം ഗീതത്തിന്റെ 150ാം വാർഷിക വേളയിൽ ചെങ്കോട്ടയുടെ തട്ടകത്തിൽ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം മുഴങ്ങിക്കേട്ട അന്തരീക്ഷത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടന്നത്. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വാതന്ത്ര്യദിന പ്രസംഗവും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. നിരവധി ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള പല കാഴ്ചപ്പാടുകളുമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതിക്കായി കൊണ്ടുവരാൻ പോകുന്ന പല കാര്യങ്ങളും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഇന്നലെ അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ 2014 നരേന്ദ്രമോദി ആദ്യമായി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പങ്കെടുത്ത ചടങ്ങ് ഓർത്തെടുക്കുകയാണ് മുൻ പ്രതിരോധ സെക്രട്ടറി RK മാഥൂർ. സുരക്ഷയുടെ ഭാഗമായി പ്രധാനമന്ത്രിമാർ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിന്റെ പിന്നിൽ നിന്നായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗിച്ചിരുന്നത്. അതായത് ആ ഒരു ചരിത്രമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ ചെങ്കോട്ടയിലെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എടുത്തുമാറ്റാൻ മോദി ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് RK മാഥൂർ വാർത്താ ഏജൻസിയായ IANS-നോട് പറഞ്ഞത്. ഓഗസ്റ്റ് 15-ന് മുമ്പ് സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് RK മാഥൂറും അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറും മോദിയെ ധരിപ്പിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ആദ്യമായി ചെങ്കോട്ടയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പ്രത്യേകം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസിനെ കുറിച്ചും പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഇടപെട്ടു. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് തനിക്ക് മുന്നിലുണ്ടെങ്കിൽ തൻ്റെ പൗരന്മാരെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ലെന്നും നരേന്ദ്രമോദി തീർത്തും പറഞ്ഞു. സുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഏർപ്പെടുത്തുന്നതെന്നും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് മാറ്റിയാൽ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ഉന്നത ഉദ്യോഗസ്ഥർ മോദിയെ ധരിപ്പിച്ചു. എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ പ്രധാനമന്ത്രി ഉറച്ചു നിൽക്കുകയായിരുന്നു. 2014 കാര്യമാണിത്. തുടർന്ന് അന്ന് സ്വാതന്ത്ര്യദിന ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എടുത്തു മാറ്റുകയായിരുന്നു. അതായത് ഒരു തരത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളുടെ ഒരു സുരക്ഷാ വലയത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അത് എടുത്തു മാറ്റി തൻ്റെ പൗരന്മാരോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് നീക്കം ചെയ്തത്. ഇന്ന് നമ്മുടെ രാജ്യം അതൊക്കെ മാറി. കാരണം ഒരുപാട് തരത്തിലുള്ള ഭീഷണികൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്ക് നേരെ ഒരു വിരൽ ചൂണ്ടണമെങ്കിൽ പോട്ടെ, ഒരു അക്ഷരം പറയണമെങ്കിൽ പോലും അല്പമൊന്ന് ഭയക്കും. അത്രയേറെ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യ അതിർത്തികളിലും നമ്മുടെ രാജ്യത്തും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത് 2014 സംഭവമാണ്. ഇപ്പോൾ നമ്മൾ 2026 വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. നിരവധി മാറ്റങ്ങളാണ് അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ: മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി രാജ്യവ്യാപകമായി സൗജന്യ ഓൺലൈൻ പരിശീലന സൗകര്യം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വകാര്യ പരിശീലന കേന്ദ്രങ്ങൾ ഈടാക്കുന്ന ഭീമമായ ഫീസും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും പരീക്ഷാ സമ്മർദ്ദങ്ങളും ഗൗരവത്തോടെ കണ്ടാണ് ഈ തീരുമാനം. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സാമ്പത്തിക ബാധ്യത ഒഴിവാക്കി സ്വന്തം വീടുകളിൽ ഇരുന്ന് തന്നെ മികച്ച പഠനം ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യയിൽ ഭാരതത്തെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിനായി രാജ്യത്ത് 1 കോടി യുവാക്കൾക്ക് കൃത്രിമ ബുദ്ധി, അതായത് സെമി കണ്ടക്ടർ മേഖലകളിൽ സൗജന്യ നൈപുണ്യ പരിശീലനവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കും.
പുതിയ കാലഘട്ടത്തെ നവതലമുറ നയിക്കണമെന്നും ഡാറ്റാ കേന്ദ്രങ്ങളുടെയും യന്ത്രമനുഷ്യ സാങ്കേതിക വിദ്യയുടെയും യുഗത്തിൽ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2047ഓടെ ഇന്ത്യയെ പൂർണ്ണ വികസന രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദൗത്യത്തിൽ രാജ്യത്തെ പുതിയ തലമുറയാണ് മുൻനിരയിലുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 12 വർഷം മുമ്പ് ലോക സാമ്പത്തിക രംഗത്തെ ഏറ്റവും ദുർബലമായ 5 രാജ്യങ്ങളുടെ പട്ടികയിലായിരുന്ന ഇന്ത്യ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയത് ജനങ്ങളുടെ അചഞ്ചലമായ നിർണയത്തിന് തെളിവാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ വരുംകാല വികസനത്തിന്റെ കരുത്തായി 7 മേഖലകളെ ഏകോപിപ്പിക്കുന്ന സപ്തധാര എന്ന പുതിയ നയരേഖയും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിർമ്മാണ കരുത്തും കാർഷിക ഭക്ഷ്യ സംസ്കരണം സാങ്കേതിക വിദ്യയും കണ്ടെത്തലുകളും അടിസ്ഥാന സൗകര്യ വികസനം പ്രതിരോധ രംഗത്തെ ആത്മനിർഭരത പരിസ്ഥിതി സമുദ്ര സമ്പദ് വ്യവസ്ഥ യോഗയും ആയുർവേദവും ഉൾപ്പെടുന്ന സാംസ്കാരിക കരുത്ത് എന്നിവയാണ് ഈ 7 ചാലുകൾ. ഊർജ്ജ സുരക്ഷയിലും ആത്മനിർഭരതയിലും രാജ്യം വൻ മുന്നേറ്റം നടത്തുകയാണെന്നും പ്രസംഗത്തിൽ മോദി വിശദീകരിച്ചു. 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ഉൽപാദനം ലക്ഷ്യമിടുന്നതിനൊപ്പം ഈ ദശകത്തിൽ തന്നെ 5 പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കും. 100% തീവണ്ടി വൈദ്യുതീകരണത്തിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഹൈഡ്രജൻ തീവണ്ടി ഇന്ത്യ അവതരിപ്പിച്ചതും സൗരോർജ്ജ ശേഷി 160 ജിഗാവാട്ടിലേക്ക് ഉയർത്തിയതും രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമഹാവ്യാധിയും അന്താരാഷ്ട്ര യുദ്ധങ്ങളും സൃഷ്ടിച്ച ആഗോള പ്രതിസന്ധികൾക്കിടയിലും കർഷകരെ സർക്കാർ സംരക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാഗ് യൂറിയയ്ക്ക് 3000 രൂപയോളം വില വരുമ്പോഴും ഇന്ത്യൻ കർഷകർക്ക് കേവലം 300 രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. കർഷകർക്ക് മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാതെ ധനസഹായങ്ങൾ തുടരുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി. രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സ്വതന്ത്ര വ്യാപാര കരാറുകൾ പ്രയോജനപ്പെടുത്തണമെന്നും വ്യാപാരികളോടും ചെറുതും ഇടത്തരവുമായ വ്യവസായ മേഖലയോടും മോദി ആവശ്യപ്പെട്ടു. ലോകത്തിലെ മുൻനിര 500 കമ്പനികളുടെ പട്ടികയിൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ ഇടം പിടിക്കണം. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ആഗോള കായിക വേദികളിൽ ഇന്ത്യൻ യുവാക്കൾക്ക് കൂടുതൽ തിളങ്ങാൻ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കായിക പ്രതിഭാ തിരച്ചിലും സുരക്ഷ ശക്തമാക്കാൻ ആധുനിക സിവിൽ ഡിഫൻസ് ശൃംഖലയും നടപ്പിലാക്കും. പ്രസംഗത്തിനിടെ യുവജനങ്ങളിൽ നിന്ന് ഒരു പ്രധാന സഹായവും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കാനിരിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികളിൽ ചെറുപ്പക്കാർ സജീവമായി പങ്കാളികളാകണമെന്നും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ സ്വന്തം മാതാപിതാക്കളെയും അയൽവാസികളെയും സഹായിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു മാറ്റത്തിനാണ് ഇനിയും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ അദ്ദേഹം പതാക ഉയർത്തിയതിനു ശേഷം രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ രാജ്യത്തെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന പല ആഹ്വാനമാണ് ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്.